ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഡേ 1 ഓഫ് മൈ 50 ഡേയ്സ് ചാലഞ്ച്. ഞാൻ കൃത്യം 5:40 തന്നെ എഴുന്നേറ്റു. വേറെ ഒന്നുമല്ല കേട്ടോ, ഇന്നൊരു പ്രത്യേകതയുള്ള ദിവസമാണല്ലോ. ഒന്ന്, നമുക്ക് ജനുവരി 1 പുതുവത്സരം, അതുകൂടാതെ എൻ്റെ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ വല്ലാത്തൊരു ഹാപ്പിനെസ് ആയിരുന്നു മൈൻഡിൽ. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ പ്രയാസങ്ങളുണ്ടാവും. ആ പ്രയാസങ്ങളെല്ലാം അതിജീവിച്ച് മുന്നേറുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ശക്തി പ്രകടമാകുന്നത്. അതെ, ഞാനൊരു അമ്മയാണ്, ഭാര്യയാണ്. എനിക്ക് എൻ്റെ വീട്ടിൽ കുറേ കടമകളുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എല്ലാവർക്കും എൻജോയ് ചെയ്ത് ചെയ്യുകയാണെന്ന്. എല്ലാ വീട്ടമ്മമാരെ പോലെ തന്നെയാണ് എൻ്റെ വികാരം. ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും, ചിലപ്പോൾ പെട്ടെന്ന് സങ്കടം വരും, ചിലപ്പോൾ നല്ല മൂഡായിരിക്കും, ചിലപ്പോൾ അന്നത്തെ ദിവസത്തെ മൂഡേ ശരിയല്ലാതായിരിക്കും. എന്തൊക്കെയായാലും എൻ്റെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഇപ്പോൾ ഞാൻ കുളിച്ചൊരുങ്ങി പോകുന്നത് വേറെ എവിടേക്കല്ല കേട്ടോ, എൻ്റെ ഓഫീസിലേക്കാണ്. ഞാൻ H&R സീ ഫുഡ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഡോക്യുമെൻറ്റേഷൻ എക്സിക്യൂട്ടീവായിട്ട്. ഇതെൻ്റെ ഹസ്ബൻഡിനുള്ള ചായയാണ് കേട്ടോ. ആളുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കി വെച്ചതാണ്. ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങി. 9:30 എൻ്റെ ഓഫീസ് ടൈം. ഞാൻ അങ്ങനെ ഓഫീസിലെത്തി എൻ്റെ ഓഫീസ് പണികളെല്ലാം സ്റ്റാർട്ട് ചെയ്തു. കൃത്യം 1 മണിക്ക് ഞാൻ ലഞ്ചും കഴിച്ചു. 4 മണിക്ക് ഞാനൊരു ബ്ലാക്ക് കോഫിയും കഴിച്ച് എൻ്റെ മോളെയും കൂട്ടി ഞാൻ ജിമ്മിലേക്ക് പോയി. ജിമ്മിലെത്തിക്കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് പണി എന്ന് പറയുന്നത് വാമപ്പാണ്. എനിക്ക് ചെറിയ ചെറിയ മടിയുണ്ട് കേട്ടോ വാമപ്പ് ചെയ്യാനായിട്ട്. എന്നാലും നമ്മുടെ ട്രെയിനറുടെ നിർദ്ദേശപ്രകാരം എന്നും ഡെയിലി വാമപ്പ് ചെയ്തിട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. അങ്ങനെ എൻ്റെ വാമപ്പിനെല്ലാം ശേഷം ഇന്ന് ഞാൻ ചെയ്യുന്നത് ട്രൈസും ബൈസുമാണ്. അപ്പോൾ പുഷപ്പ് എടുക്കുന്നത് കമ്പൽസറിയാണ്. അതിനുശേഷം ട്രൈസിൻ്റെയും ബൈസിൻ്റെയും വർക്കൗട്ടിലേക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. എന്തോ ഇന്ന് എനിക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത തോന്നിയിരുന്നു. എൻ്റെ 50 ഡേയ്സ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ആണോ എന്നറിയില്ല, വല്ലാത്തൊരു ആത്മാർത്ഥതയും ഹാപ്പിനെസ്സും അങ്ങനെ ഒരു വല്ലാത്ത ഫീലായിരുന്നു എനിക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ. നമ്മുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങളുണ്ടാകും. ആ പ്രയാസങ്ങളെല്ലാം അതിജീവിച്ച് മുന്നേറുമ്പോഴാണല്ലോ യഥാർത്ഥത്തിൽ നമ്മുടെ ശക്തി പ്രകടമാകുന്നത്. വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ നമുക്കൊരു ഫിസിക്കൽ സ്ട്രെങ്ത് മാത്രമല്ല കിട്ടുന്നത്, മെൻ്റലിയും നമ്മൾ നന്നായി റിലാക്സ് ആകും. എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും കുറച്ച് നേരം വന്ന് വർക്കൗട്ട് ചെയ്താലുണ്ടല്ലോ, ഞാൻ ടോട്ടലി ഫ്രീ ആണ്. എൻ്റെ മൈൻഡ് ഓക്കെയാണ്. ഒരു പോസിറ്റീവ് എനർജി വന്ന പോലെ ഫീൽ ചെയ്യും. വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ ഡിന്നറെല്ലാം പ്രിപ്പയർ ചെയ്ത് കുളിച്ച് ഫ്രഷായി. എൻ്റെ ഫസ്റ്റ് ഡേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഇന്നത്തെ എൻ്റെ ഡിന്നർ എന്ന് പറയുന്നത് ഈ പാരയ്ക്കാണ് കേട്ടോ. എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി പുതുവർഷം നേരുന്നു. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു.